ഹലോ 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 ആ ആരായിരുന്നു? മാഡം, ഞാന് അജിത്താണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഓക്കെ ഞാന് നിങ്ങളുടെ ഒരു ചെറിയൊരു ഫാനാണ്. ഓക്കെ ഞാന് RSSന്റെ ഒരു ആളാണ്. ഞാന് മാഡം ഇങ്ങനെ ചുമ്മാ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയണ്ട എല്ലാ കാര്യം കേട്ടോ. എന്തേത്തോ എല്ലാ RSSകാരാണ് ഇതൊക്കെ ചെയ്യണത്, ഒന്നും പറയണ്ട. ലസിത പാലക്കൽ നമ്മളെ കുറെ RSS അല്ലേ? ലസിത പാലക്കൽ RSS അല്ലേ? അത് അവള് വേറൊരു മെത്തേഡാണ്. ശ്രീലാപിള്ള RSS മാഡത്തിന് അല്ലേ? അറിയാലോ. അല്ല, ശ്രീലാപിള്ള RSS അല്ലേ? അത് അറിയാം മാഡം, നമുക്ക് പിന്നെ അറിയാം. പക്ഷെ എല്ലാരും അങ്ങനെ എന്താ കൃഷ്ണകുമാർ എന്നിട്ട് ആ വക്കീൽ RSS അല്ലേ? ഞാന് ഇപ്പൊ നിങ്ങളെ കുറ്റം പറയില്ല. നിങ്ങള് നമുക്ക് ഏത് ഇതില് വേണോ നമുക്ക് പോവാം. നമുക്ക് ഇഷ്ടമുള്ള ഏത്, എനിക്ക് ചിലപ്പം ഭീമവള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. നമുക്ക് ഭീമവള്ളി ഇഷ്ടമാണ്. മറ്റേ വെട്ടുകാട് ക്രിസ്ത്യൻ ദേവാലയം നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് അവിടെയൊക്കെ പോകാറുണ്ട്. പേഴ്സണൽ ചോയ്സ്. അതെ. അല്ല മാഡം, ഇങ്ങനെ ചുമ്മാ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പറയുമ്പം അത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ പാർട്ടിയല്ലേ അതിനിടപെടേണ്ടത്? നിങ്ങളാണോ അത് ഇടപെടേണ്ടത്? ഇല്ല, ഞാനല്ല. നിങ്ങൾക്കങ്ങനെ RSSനെയും BJPനെയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടി കംപ്ലൈന്റ് ചെയ്യൂ. ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. ഈ ലസിത പാലക്കൽ ദിവസം ഇടുന്ന എന്നെ കുറിച്ച് ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടോ? BJPക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം അവളല്ലേ മത്സരിക്കുന്നത്? അപ്പൊ എന്നെ ഉപദ്രവിക്കുന്ന RSSന്റെയും BJPന്റെയും ആൾക്കാരാന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. എന്നിരുന്നാലും തെറ്റില്ല RSSകാർക്കും BJPക്കാർക്കും അറിയാവെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി സംസാരിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? നിങ്ങൾക്ക് എന്തോ ഇവര് ലസിത BJPക്കാരും RSSകാരും വന്ന് എന്നെ വെട്ടിക്കൊല്ലും, നുള്ളിക്കൊല്ലും, അച്ചുകൊല്ലും എന്നൊക്കെ പറയുമ്പോ ഇത് ഞാൻ പുറം ലോകത്തോട്ട് പറയാണ്ട് നിന്നാല് നാളെ ഒരിക്കൽ എന്നെ വീട്ടിൽ വന്നിട്ട് കയറി വെട്ടിയിട്ട് പോകുമ്പോ നിങ്ങൾക്ക് മറ്റുള്ള പാർട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനല്ലേ? അത് CPMകാര് ചെയ്തതാണ്, കോൺഗ്രസ്സുകാർ ചെയ്തതാണെന്ന് പറയാനല്ലേ? ഓലൊന്നും ചെയ്യൂല. ഓലൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാ. അല്ല മാം, ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഞാൻ പറയുന്നത് നമ്മൾ ആരെയും കോൺഗ്രസിലോ CPMലോ ഉള്ള ഒരാൾക്കാരും ഇത് പോണം ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ ശ്രീലാപിള്ളനെയും ഈ ലസിത പാലക്കലിനെയും മറ്റേ ഷൈനി മധുസൂദനനെയും മറ്റേ ലക്ഷ്മി കോണകത്തിനെയും ഇവരെയൊക്കെ മാതിരി പബ്ലിക്കായിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ട് നടക്കൂല. CPMകാർക്കും കോൺഗ്രസ്സുകാർക്കും അന്തസ്സുള്ള തണ്ടന്മാരുണ്ട്. അതുകൊണ്ട് അല്ല, ഞാൻ പറയണ ചെറിയ ഭാഗത്ത് മാഡത്തിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്ത് മിസ്റ്റേക്കാണ് നിങ്ങൾ കണ്ടത്? അല്ല, ഞാൻ കണ്ടതല്ല, ഈ അവര് പറഞ്ഞ രീതിയാണെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ പോസ്റ്റുകൾ ഞാൻ ഷെയർ ചെയ്യാണ്ട് എല്ലാം ഒരുപാട് ഇതുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഈ ലസിതക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ചേട്ടാ നിങ്ങൾക്ക്? എനിക്ക് അവരുമായിട്ട് എനിക്കിപ്പോ ബന്ധമൊന്നുമില്ല, അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല. അവരുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ RSSന്റെ ഭയങ്കര പ്രവർത്തകനൊന്നുമില്ല. ഞാനൊരു സാധാരണ പ്രവർത്തകൻ, അത്ര മാത്രമേ ഉള്ളൂ. RSSന്റെ ഇപ്പൊ ഇല്ല. ഞാനിപ്പം HDFC ബാങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തി. ഇല്ല, എനിക്ക് അങ്ങനെയല്ല. RSSൽ ഉണ്ടെങ്കിലും നമുക്ക് ആ പഴയതുപോലുള്ള ആ ചിന്താഗതിയൊന്നും എനിക്കിപ്പോ ഇല്ല. അപ്പൊ പഴയതുപോലെ നമ്മളൊക്കെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയല്ലേ? അല്ല, ഞാനിപ്പോ മാഡത്തിന് എന്തൊരു കുഴപ്പം? ഞാനിപ്പോ മാഡത്തിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോ മാഡം പറയണ ഇങ്ങനെയാണ് പറയണത്. എന്ത് ചെയ്യും? ഞാൻ മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മാഡം നോക്കിയ മാഡത്തിന്റെ ഫേസ്ബുക്കിൽ എടുത്ത് നോക്കിയ അജിത് കുമാർ JR തിരുപ്പുറം എന്ന് പറഞ്ഞിട്ട് മാഡത്തിനെ എപ്പോ ഫോളോ ചെയ്യുന്ന വ്യക്തി എന്ന് വെച്ചാൽ എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം എന്ത് വേണോ എന്നെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാഡത്തിന്റെ എല്ലാ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരു
ഒരു കൊല്ലത്തിന് മുമ്പ് വരെ, ഒന്നര കൊല്ലം മുമ്പ് വരെ ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 1.5 കൊല്ലത്തിന് ശേഷം എന്ത് പറ്റി? 1.5 കൊല്ലത്തിന് ശേഷം എന്ത് പറ്റി? 1.5 കൊല്ലത്തിന് ശേഷം എന്ത് പറ്റിന്ന് ചോദിച്ചതാ. അത് കഴിഞ്ഞിട്ട് മേഡം ഇങ്ങനെ തിരിഞ്ഞങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ എന്താണ് കാര്യം. നിങ്ങൾ തന്നെ കാണുന്നില്ലേ ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഈ പെണ്ണുങ്ങൾ പറയുന്നത്? നിങ്ങൾ തന്നെ കാണുന്നില്ലേ? ഇവരൊക്കെ നിങ്ങളുടെയൊക്കെ പാർട്ടി തന്നെയാണെന്ന്, ഇന്ന പാർട്ടിയാണെന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നില്ലേ? ഇല്ല മേഡം, നമ്മളെ പാർട്ടി എല്ലാരും അല്ലല്ലോ. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി എടുക്കണം. ഇതിനിടയ്ക്ക് ശ്രീലാപ്പിള്ള ഉന്നയിച്ചൊരു ഇതുണ്ട്, ഞാൻ BJPന്റെയും RSSന്റെയും ആൾക്കാരെ ഹണി ട്രാപ്പ് പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത് കണ്ടായിരുന്നോ താങ്കള്? BJPന്റെ RSSന്റെ ആൾക്കാരെന്താ ഈ പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോൾ അങ്ങ് വീണു പോകുന്നവരാണ് എന്നാണോ ഈ പെണ്ണുങ്ങൾ വന്ന് പറയുന്നത്? ഇല്ല, ഞാൻ അതല്ല മാം പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതല്ല മാഡം, ഒന്ന് കേക്ക് മുറിച്ചില്ലേ ഗുരുവായൂർ വെച്ച്? ഞാൻ ഗുരുവായൂർ വെച്ച് കേക്ക് മുറിച്ചിട്ട് ആ ഒരു വിഷയത്തിലാണ് നിങ്ങളൊക്കെ ഈ BJPക്കാരും RSSകാരും എന്നെ കൊല്ലാൻ നടക്കുന്നത്. ഞങ്ങളങ്ങ് കൊന്നൂട്. തീർന്നല്ലോ. നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ മാഡം അങ്ങനല്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് BJPയും RSSും തന്നെയാണ് ഉത്തരവാദികൾ എന്ന് ഞാൻ വ്യക്തമായിട്ട് എല്ലാ മീഡിയ, എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ വന്ന സമയത്ത് അതിൽ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇന്ന പാർട്ടിയിലുള്ള ആൾക്കാരെ, ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിലും ഈ പറഞ്ഞ CPMലൊക്കെ ഉള്ളത് തന്തക്ക് വരുന്ന ആൾക്കാരാ. ബാക്കി നമ്മളെല്ലാരും മോശപ്പെട്ട ആൾക്കാരാ. മോശപ്പെട്ട ആൾക്കാരല്ലെങ്കിൽ ഈ ലസിത പാലക്കലിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വരൂലായിരുന്നു. അത്രയും തോന്നിവാസം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീനെ കുറിച്ച് അത്രയും ദിവസം ആ സ്ത്രീ യൂട്യൂബിൽ എന്നെ കുറിച്ച് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. മത്സരിക്കുകയാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ മനസ്സ് ദുഷ്ട മനസ്സാണ് എന്ന് സമൂഹത്തിനോട് വീണ്ടും വീണ്ടും ആ സ്ത്രീ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാഡവും ചെയ്യണുണ്ട് ചില കാര്യങ്ങൾ. മാഡം ഗിട്ടന്റെ ഒരു ഭക്തയാണ്. അത് ഒരു നരേന്ദ്രമോദിക്ക് പോലും ഫോട്ടോ മാഡം ആണ് കൊണ്ടുകൊടുത്തത്. ഞാൻ നരേന്ദ്രമോദിക്ക് ഫോട്ടോ കൊടുത്ത് എന്ന് വെച്ചിട്ട് എന്നെ ഒരു BJPക്കാരനോ RSSകാരനോ ഇന്നേ വരെ തൂക്കിക്കൊണ്ട് നടന്നിട്ടില്ല. അതും പറഞ്ഞിട്ട് ആരും വരികയും ചെയ്യണ്ട. ഇല്ല, അങ്ങനെയല്ല. സുരേഷ് ഗോപിയുടെ ഒരു ഒറ്റ നിർബന്ധത്തിലല്ലേ മാഡം ചെയ്തത്? സുരേഷ് ഗോപിയായിട്ട് എനിക്ക് 9-10 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ BJPയുടെ പാർട്ടിയുടെ രീതിയിലല്ല ഞാൻ സുരേഷ് ഗോപിനെ കാണാൻ പോയതോ ഫോട്ടോ കൊടുത്തതൊന്നും. ഇല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ BJPനെ കുറിച്ചും RSSനെ കുറിച്ചും പറയുന്നുണ്ട്, നിങ്ങൾ ശാഖയെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ നിങ്ങളെ ഫോളോവേഴ്സ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. കംപ്ലൈന്റ് ചെയ്യാം. എന്നിട്ട് അവരാകെ എന്താന്ന് വെച്ചാൽ നടപടി എടുക്കട്ടെ. നിങ്ങൾക്കുണ്ടല്ലോ ഈ പാർട്ടിയിൽ ശാഖകളും അതിന് നടപടികളും കാര്യങ്ങളൊക്കെ പാർട്ടി എടുക്കല്ലോ. എന്നിട്ട് ഈ സ്ത്രീകളുടെ നേരത്തെ എന്തെങ്കിലും നടപടി എടുക്കട്ടെ. ഇല്ല വേണം, നിങ്ങൾ വെട്ടെന്ന് തുണ്ടെന്ന് പറയുമ്പോ വേണം എന്ത് പറയണത്? വെട്ട് തുണ്ടാൻ വരുന്നു.